എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളോട് ഉള്ള അവരുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ യുണീക്കോൺ അഥവാ കുതിരയുടെ ഫയലാണെങ്കിൽ അങ്ങനെയുള്ള ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നമ്മൾ ആദ്യം പറയുന്നത്. നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളെ അവർ സാധാരണ വ്യക്തികളായിട്ടല്ല കണ്ടേക്കണം. നിങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യങ്ങൾ നൽകുകയും നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങൾ അവർ ഹൃദയത്തിൽ നൽകുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് തുടരുകയാണ്. ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ആത്മാർത്ഥമായവർ സ്നേഹിക്കുകയാണ്. കേവലം ഒരു ബന്ധം എന്നതിലുപരി അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് നിങ്ങളെ കണ്ടിരിക്കുകയാണ്. മറ്റാരും കാണാത്തതുപോലെ, മറ്റാരും പറയാത്തതുപോലെ അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല അംഗീകാരമായിട്ട് നിങ്ങളെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള പ്രസക്തി അവർ നൽകുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടത് തന്നെ മഹാഭാഗ്യമെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ അവരുടെ നല്ല ചിന്തയിൽ എപ്പോഴും നിങ്ങളുണ്ട്. അവർ ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ പോസിറ്റീവ് എനർജി അവർക്ക് നൽകിയൊരു സമ്മാനമാണ് നിങ്ങളെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളോടുള്ള അവരുടെ ഇഷ്ടത്തിന് ഒരുപാട് കാൽപ്പനികതയുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ അവർ കാണുന്നു. യാഥാർത്ഥ്യത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ സ്വപ്നങ്ങളിലൊക്കെ നിങ്ങളുണ്ട്. അത് എപ്പോഴും നിങ്ങളൊപ്പം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത്രത്തോളം നിങ്ങളോടുള്ള ഇഷ്ടം അവർ മനസ്സിൽ കരുതി വെക്കുന്നു. നിങ്ങളോടുള്ള ഇഷ്ടം അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. അവരാഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്കൊപ്പം സൗമ്യമായിട്ടും നിങ്ങൾക്കൊപ്പം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ തള്ളി മാറ്റാൻ ആർക്കും കഴിയില്ല. അവർ ജീവിതം മുഴുവനും നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കിട്ടുന്ന അവസരങ്ങൾ പരിപൂർണമായി ഉപയോഗിച്ച് നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആർക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ കഴിയില്ല. പല ആൾക്കാരും ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് അവരെ തടയാനായിട്ട് പല കാലങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആർക്കും അത് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടുകയാണ്. നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ ആർക്കും കഴിയുന്നില്ല. പലരും ശ്രമങ്ങൾ നടത്തിയിട്ടത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴവും പരപ്പും ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കാണുന്നു. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളില്ലാതെ ഒന്നും നടക്കില്ല. അതായത് അവർ സ്വപ്നം കാണാൻ പോലും കഴിയില്ല നിങ്ങളില്ലെങ്കിൽ. നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞാൽ 1000 സ്വപ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കാണുന്നു. അതായത് ഹൃദയത്തിൽ ഓരോ നിമിഷവും മടുക്കാത്ത സ്നേഹം നിങ്ങളോട് അവർ കാണിക്കുന്നു. അവർക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങളെ സ്നേഹിക്കുമ്പോൾ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അവർ മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാൽപ്പനികത നിറഞ്ഞ സ്നേഹം. എപ്പോഴും അവർ ചിലപ്പോൾ നിങ്ങളെ കാണണമെന്നൊക്കെ വാശി പിടിച്ചേക്കാം. അത് അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. അല്ലാതെ വാശിയല്ല അത്. എപ്പോഴും നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നു. അതായിട്ട് പൂമ്പാറ്റ ബൈലാഴ്ച ചോദിച്ചോ റീഡിങ് പറയാം. ജീവിതത്തിൽ ഒരു മുന്നും പിന്നും നോക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നാളെ എന്ത് സംഭവിക്കുമെന്നോ തൻ്റെ ജീവിതം എങ്ങനെ പോകുന്നൊന്നും ചിന്തിക്കുന്നില്ല. ജീവിതത്തിൽ വല്ലാത്ത വാശിയും ഒക്കെ അവർ കാണും. സാമാന്യ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളാണ് അവരെപ്പോഴും കാണിക്കുന്നത്. അവർക്കൊരിക്കലും ഒരു കൃത്യമായ ചിന്ത മനസ്സിലുണ്ടാവണമെന്നില്ല. അവരെപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിൽ എന്താണോ ഇഷ്ടം അത് നടപ്പിലാക്കുക. ഒരുപക്ഷെ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളുമായിട്ടുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ വിലക്കുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങളെന്തിനാണ് സ്നേഹിക്കുന്നത്, നിങ്ങളെ അങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ്
നിങ്ങളെയും അവരെയും അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ വില വെക്കുന്നില്ല. അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഇഷ്ടപ്പെട്ടതാണ്, വളരെ ദൃഢമാണ്. ആ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ അവരാഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഒരുപാട് ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുമ്പോഴും അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. മുന്നും പിന്നും നോക്കുന്നില്ല. ഒരുപക്ഷെ അവർക്ക് നിങ്ങളെക്കാൾ നല്ല ബന്ധം കിട്ടും, കരിയർ കിട്ടും, പണം കിട്ടും, അധികാരം കിട്ടും, ഭൗതികമായ സൗകര്യങ്ങൾ കിട്ടും. പക്ഷെ അവർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. കേവലം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കുക, നിങ്ങൾക്കൊപ്പം നിൽക്കുക, അതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോടൊത്ത് ജീവിതം പങ്കുവെച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് അവരെ വിലക്കാനായിട്ട് ആരുമില്ല, ആർക്കും സാധിക്കുകയുമില്ല. അത്രത്തോളം തീക്ഷ്ണമായ ബന്ധം എന്നും നിങ്ങളായിട്ട് അവർ വെക്കുന്നു. അങ്ങനെ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തെ ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും മാറ്റിമറിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പല ഘട്ടങ്ങളും, ഏറ്റവും തീക്ഷ്ണമായ പല ഘട്ടങ്ങളും നിങ്ങൾക്കും അവർക്കും തമ്മിലുണ്ടാകുന്നു. നിങ്ങളും അവരും തമ്മിൽ ജീവിതത്തിൽ വല്ലാത്ത ചില ഘട്ടങ്ങളുണ്ടാകുന്നു. ആ ഘട്ടങ്ങളെ ആർക്കും തകർത്തെറിയാൻ കഴിയില്ല, തച്ചെടുക്കാൻ കഴിയില്ല. വളരെ പോസിറ്റീവായിട്ട് ആ ബന്ധം പോകുന്നു. മുന്നും പിന്നും നോക്കുന്നില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ മാത്രമേ ആ മനസ്സിലുള്ളൂ. ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടിയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. കേവലം നിങ്ങളെ സ്നേഹിക്കുക മാത്രമാണ്. പലപ്പോഴും ആ വ്യക്തിയായിട്ട് നിങ്ങളെ വന്ന് സ്നേഹിച്ചതാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രേരണ കൊണ്ടല്ല. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പ്രണയിക്കാനോ ഇഷ്ടപ്പെടാനോ ഒട്ടും ചിന്തിച്ചതല്ല. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ വ്യക്തി നിങ്ങളെ വന്ന് സ്നേഹിക്കുന്നു. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മായുന്നില്ല. നിങ്ങൾ വിചാരിച്ച് ആ വ്യക്തി ഒരു പക്ഷേ കളിതമാശയായിരിക്കും, സീരിയസ് ആയിരിക്കില്ല എന്നൊക്കെയാണ് നിങ്ങൾ കരുതിയത്. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തെയും മറ്റു ചില ആളുകളും വിചാരിച്ചു ഒരിക്കലും നിങ്ങളെപ്പോലൊരു വ്യക്തിയെ ആ വ്യക്തി സ്നേഹിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ കിട്ടില്ല. കാരണം ആ വ്യക്തിയുടെ ഒരുപക്ഷെ നിലവാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ, ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ പോയത്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. നിങ്ങളെ ഇഷ്ടപ്പെടാൻ അതിർവരമ്പുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അതൊക്കെ തട്ടി മാറ്റിക്കൊണ്ട്, അതെല്ലാം തച്ചുടച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ലെവലിലേക്ക് ആ വ്യക്തി എത്തി. അതിനെ ആർക്കും തകർക്കാൻ കഴിഞ്ഞില്ല, ആർക്കും അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് വളരെ പോസിറ്റീവായിട്ട് സംഭവിച്ചു, വളരെ പോസിറ്റീവായിട്ട് നടന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിഞ്ഞില്ല, ഇനി കഴിയുകയുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.